ഒരുപാട് വർഷമായി മാർക്കറ്റിൽ ഇതേപോലെയുള്ള ഈ നമ്മൾ ഈ മുന്നിൽ കാണുന്ന ക്യാൻഡിൽസ്റ്റിക്സും ചാർട്ട് പാറ്റേൺസും ഒക്കെ നോക്കിയിട്ടും മാർക്കറ്റിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ചിലപ്പോൾ ഒരുപാട് ഉപകാരപ്പെട്ടേക്കാം. അതായത് നമുക്ക് എല്ലാവരും നമുക്ക് പറഞ്ഞു തരുന്നതും നമുക്ക് പഠിപ്പിക്കപ്പെടുന്നതും എല്ലാം ദാ ഇങ്ങനെയാണ്. ഇതൊരു മാർക്കറ്റ് ആണെങ്കിൽ ഇത് അപ്സൈഡ് പോയി ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു. അതായത് മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്യാതെ ഇങ്ങനെ നിന്നു. അപ്പൊ എല്ലാവരും പറയും ഇത് മാർക്കറ്റിൽ ഒരു റെസിസ്റ്റൻസ് ആണ്, ഇവിടെ മാർക്കറ്റിൽ സെല്ലേഴ്സ് ഉണ്ട്. ഇങ്ങനെയാ എല്ലാവരും പറയുന്നത്. ഓക്കെ, എങ്ങനെയാ പറയുന്നത്? മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയിട്ട് ഇവിടെ മാർക്കറ്റ് ഇവിടെ വന്നപ്പോ ഒരു ഫോള് വന്നു. മാർക്കറ്റ് ഒന്നുകൂടെ എന്ത് ചെയ്തു? ദേ ഇങ്ങോട്ട് അപ്സൈഡിലോട്ട് ഒരു ഫോള് വന്നു. അപ്പൊ പറയും എന്താണ്? ഇവിടെ സെല്ലേഴ്സ് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് ആർക്കാ പറയാൻ പറ്റാത്തെ? ഇതിപ്പം മാർക്കറ്റ് ഫോളോ ആയി കഴിഞ്ഞാൽ ഇത് ആർക്കാ പറയാൻ പറ്റാത്തെ? എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും പറയാം. അതിന് നമുക്ക് സ്കിൽ എന്തിനാ വേണ്ടേ? അതിന് യാതൊരു സ്കില്ലിന്റെ ആവശ്യമില്ല. സ്കില്ല് വേണ്ടത് മാർക്കറ്റില് ഞാൻ ഈ ലെവൽ ഇല്ലാത്തപ്പോ, ഈ ഒരു ലെവൽ മാർക്ക് ചെയ്യാത്തപ്പോ, അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോ തന്നെ ഇവിടെ വെച്ച് മാർക്കറ്റ് തിരിയും, മാർക്കറ്റിൽ ഇവിടെ സെല്ലേഴ്സ് ഉണ്ട് എന്ന് മുൻകൂട്ടി പറയാൻ പറ്റുന്നതിനാണ് സ്കില്ല് വേണ്ടത്. എല്ലാവരും ചെയ്യുന്നത് ഈ ക്യാൻഡിൽസ്റ്റിക്സും ചാർട്ട് പാറ്റേൺസ് പഠിച്ച് നടന്നു കഴിഞ്ഞ കാര്യത്തെ എടുത്തിട്ട് നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്യാൻ പഠിക്കുക. അതായത് റിസൾട്ട് വെച്ച് പഠിച്ചിട്ട് മറ്റൊരു റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇതാണ് പറ്റുന്നത്. ഇത് നമ്മൾ ആരെയും തെറ്റല്ല. കാരണം നമുക്ക് കിട്ടുന്ന, നമുക്കിപ്പോ യൂട്യൂബിലായാലും നമുക്ക് എല്ലായിടത്തും സെർച്ച് ചെയ്ത് നോക്കിയാലും കിട്ടുന്ന ഡേറ്റ അതാണ്. അതുകൊണ്ട് ആരെയും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. പഠിപ്പിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ പഠിക്കുന്നതും എല്ലാം ഇത് ഓറിയന്റഡ് ആണ്. അപ്പൊ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടാൽ ഉപകാരപ്പെടും. സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ. ഒന്നാമതായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. ഞാൻ ഇവിടെ കുറച്ച് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇത് നമുക്ക് പഠിക്കാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ്. നമ്മുടെ മാർക്കറ്റില് ഇതുപോലെ ഒരുപാട് പ്രൈസ് ലെവൽസ് ഉണ്ടാവും. ഇതെന്താണ് നമ്മൾ ഈ കാണുന്നത്? ആദ്യം ഇത് എന്താണെന്നുള്ള ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ റെഡ് കണ്ടോ? റെഡിൽ കാണുന്നത് മാർക്കറ്റിലുള്ള സെല്ലേഴ്സിനെയാണ്. സെല്ലേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? മാർക്കറ്റിനെ താഴേക്ക് പുഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ബിഗ് പ്ലേയേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഇതൊക്കെ എങ്ങനെ മനസ്സിലാവും, എങ്ങനെയൊക്കെ ഡേറ്റ എടുക്കും എന്നതിനെ പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക, സ്കിപ്പ് ചെയ്യാതെ കേട്ടു വെക്കുക. ഓക്കെ, അപ്പൊ ഇതെന്താണ്? മാർക്കറ്റിലുള്ള സെല്ലേഴ്സ് ആണ്. അപ്പൊ ഈ ഗ്രീൻ എന്താണ്? ഗ്രീൻ എന്ന് പറയുന്നത് മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പാർട്ടിസിപ്പൻസ് ആണ്, അഥവാ ബയേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ റെഡ് ആരാണെന്നും ഗ്രീൻ ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലായേ. അപ്പോ ഇനി അടുത്തത് നമ്മൾ രണ്ടാമത് മനസ്സിലാക്കുക, മാർക്കറ്റിലെ എല്ലാ പ്രൈസ് റേഞ്ചസിലും ഈ ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട്. അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രമല്ല. ഇവിടെയാണ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ബിലോയും ഇങ്ങോട്ടും ഈ ഒരു റേഞ്ചിലേക്കും എല്ലാം സെല്ലേഴ്സും ബയേഴ്സും ഉണ്ട്. നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത് എല്ലാ റേഞ്ചിലും ഇതേപോലെ സെല്ലേഴ്സും ബയേഴ്സും മാർക്കറ്റിലുണ്ട് എന്നതാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ എല്ലായിടത്തും ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടെങ്കിൽ പോലും ഒരു പ്രശ്നമുണ്ട്. ചില സ്ഥലങ്ങളിൽ ബയേഴ്സും സെല്ലേഴ്സും ഇതുപോലെ ഈക്വൽ ആയിരിക്കും. അതായത് എത്ര തന്നെ ബയേഴ്സ് ഉണ്ടോ അത്ര തന്നെ സെല്ലേഴ്സ് ഉണ്ടാവും. ഈക്വൽ ലെവലിലായിരിക്കും അവരുണ്ടാവുക. അതായത് ആർക്കും ഒരു ഡോമിനേഷൻ ഇല്ല. അതായത് നോക്കി, ഇവിടെ എത്ര തന്നെ ബയേഴ്സ് ഉണ്ടോ അത്ര തന്നെ സെല്ലേഴ്സ് ഉണ്ട് അല്ലെ. ഇനി ഇവിടെ ഒന്ന് നോക്കി, ഇവിടെയും ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും എണ്ണം ഏകദേശം എന്താണ്? ഈക്വൽ ആണ്. എന്നാൽ ഇതുപോലെ ഡിസ്പാരിറ്റീസ് ഉള്ള, അല്ലെങ്കിൽ ഇതുപോലെ ബയേഴ്സ് സെല്ലേഴ്സിനെ ഡോമിനേറ്റ് ചെയ്യുന്ന, അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗ്രീൻ ബാർ കണ്ടോ ഇത്രയേ ഉണ്ട്, എന്നാൽ റെഡ് എത്രയേ ഉള്ളൂ? ഇത്രയേ ഉള്ളൂ. അതിനർത്ഥം എന്താണ്? ഇവിടെ ബയേഴ്സിന്റെ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്, സെല്ലേഴ്സിന്റെ സ്ട്രെങ്ത് വളരെ കുറച്ചേ ഉള്ളൂ. ഇത്തരം ഏരിയാസിൽ എത്തുമ്പോഴാണ് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത്. ഇത്തരം ഏരിയാസ് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് വലുതല്ലേ? ഇത് മാർക്കറ്റ് ഇവിടെ എത്തുമ്പോഴല്ല, എത്തുന്നതിന് മുൻപേ ഇത് മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്കുള്ള അഡ്വാൻറ്റേജ് വലുതല്ലേ? അതെങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെ പറ്റിയാണ് ഈ പറയാൻ പോകുന്നത്. ഓക്കെ, ഒരു പോയിന്റിലും സ്കിപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് പോവും, ആ ഒരു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം വിട്ടുപോകും. അപ്പോൾ ശ്രദ്ധിച്ച് കാണുക. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ്സിലോ എനിക്ക് വാട്സാപ്പിന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, എടുത്ത് പേഴ്സണലി ചോദിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ റിക്വസ്റ്റ് ചെയ്ത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ, സപ്പോസ് നമ്മുടെ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയെന്ന് കരുതാം. ഇവിടെയാണ് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയത്.
മാർക്കറ്റ് താഴേക്ക് ഫോളോ ആവുകയാണ്, ഇതേപോലെ താഴേക്ക് വരികയാണ്. മാർക്കറ്റ് ഇതേ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കണ്ടോ ഈ സപ്പോർട്ട് സ്ട്രോങ് ആണോ? ഈ ഒരു സപ്പോർട്ട് മാർക്കറ്റിന് സ്ട്രോങ് ആണോ? അല്ല, ഇവിടെ സപ്പോർട്ട് ഇല്ല, കാരണം ഇവിടെ ഇത്ര ബയേഴ്സേ ഉള്ളൂ, ഇവിടെ ഇതേ ഇത്രയും സെല്ലേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ ബയേഴ്സിന്റെ എണ്ണം കൂടുതലില്ല. അപ്പൊ മാർക്കറ്റ് എന്ത് ചെയ്യില്ല, അവിടെ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കുറവാ. മാർക്കറ്റ് എന്നിട്ട് നേരെ താഴേക്ക് വരും. താഴേക്ക് വരുമ്പോൾ ഇവിടെ നോക്കുമ്പോഴോ അടുത്ത ലെവലിലേക്ക് വരും. അടുത്ത ലെവലിൽ വരുമ്പോൾ ഇവിടെ നോക്കുമ്പോഴോ ഇവിടെ ബയേഴ്സിന്റെ എണ്ണം കൂടുതലൊക്കെ ഉണ്ട്, പക്ഷേ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല, ഒരു ഡോമിനേഷൻ ഒന്നും ഇല്ല. സെല്ലേഴ്സിന്റെ ഒരു 2-3 ഇരട്ടി ഒന്നും മാർക്കറ്റിൽ ഇല്ല, അത്രയൊന്നും ഇല്ല. സെല്ലേഴ്സിനേക്കാൾ കുറച്ചധികമേ ഉള്ളൂ. അങ്ങനെ മാർക്കറ്റ് സഞ്ചരിച്ച് സഞ്ചരിച്ച് അടുത്ത ലെവലിലേക്ക് എത്തി. എന്നാൽ ഇവിടെ എത്തിയപ്പോഴോ, ഇവിടെ എത്തിയപ്പോ നമ്മൾ എന്താ കണ്ടേ? ഇവിടെ എത്തിയപ്പോ മാർക്കറ്റില് ഇത്രയധികം ബയേഴ്സ് നിൽക്കുകയാണ്, ഇത്ര അധികം ബയേഴ്സ് ഉണ്ട്. ഇവിടെയുള്ള സെല്ലേഴ്സ് നോക്കി വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ ഇത്രയും ബയേഴ്സ് മാർക്കറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ സാധ്യത? ഇവിടെ ഇത്ര അധികം ആൾക്കാർ മാർക്കറ്റിന്റെ മുകളിലേക്ക് പുഷ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവിടെ സെല്ലേഴ്സ് അഥവാ മാർക്കറ്റിന് താഴെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്താ സംഭവിക്കുക? ആലോചിച്ച് നോക്കിയേ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മാർക്കറ്റ് ഇവിടെ നിന്ന് അപ്സൈഡിലോട്ട് പോകാം, മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആകാനുള്ള പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ലെവലുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും. ഓക്കെ, ഇത് മുൻകൂട്ടി മനസ്സിലാക്കി പഠിക്കാനാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ ഇനി എന്തൊക്കെയാണ് ഇത്തരം ഒരു ലെവലില് മാർക്കറ്റ് കണ്ടെത്താൻ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം പറയാം. ഫസ്റ്റ് ആദ്യം തന്നെ മനസ്സിലാക്കുക, ഇതിനകത്ത് ഒരു 1-2 റൂളും കൂടെ ഉണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ബാക്കി കണ്ടിന്യൂവേഷൻ പറയാം. ഒന്നാമത്തെ റൂള് ശ്രദ്ധിച്ചു കേട്ടോളാം. ഇവിടെ എത്ര സെല്ലേഴ്സ് ഉണ്ടോ അതിന്റെ 3, 4, 5 ഇരട്ടി ബയേഴ്സ് ഉണ്ടായിരിക്കണം. മിനിമം 3 ടൈംസ് എങ്കിലും വേണം. അതായത് ഇത് നോക്കിയേ, ഇത് സെല്ലേഴ്സിന്റെ ഇരട്ടിയുള്ള അല്ലേ, ഇവിടെ ഏകദേശം ഇരട്ടിയാണ് വരുന്നത്. ഓക്കെ, അതായത് റെഡിന്റെ ഇരട്ടിയാണ് ഇവിടെ എന്ത് വരുന്നത്, ബൈ വരുന്നത്. എന്നാൽ ഇപ്പൊ നോക്കി, ഇപ്പൊ ഈ പറയുന്ന റെഡിന്റെ ഒരു ഏകദേശം 5 ഇരട്ടിയൊക്കെ ഉണ്ട് അല്ലെ ഈ ബൈ സൈഡ്. ഈ ഒരു ബൈ എന്ന് പറയുന്ന ബയേഴ്സിന്റെ എണ്ണം ഈ സെല്ലേഴ്സിന് 5 ഇരട്ടിയൊക്കെ ഉണ്ട്. ഇതുപോലുള്ള ലെവലുകളാണ് നമുക്ക് വേണ്ടത്. 3, 4, 5 ഇരട്ടി ബയേഴ്സ് കൂടുതലുള്ള ലെവൽസ് ആണ് നമുക്ക് മാർക്കറ്റിൽ വേണ്ടത് എന്ന് മനസ്സിലാക്കുക. അപ്പോ ഇതാണ് ഒന്നാമത്തെ റൂള്. ഒന്നാമത്തെ റൂൾ എന്താണ്? സെല്ലേഴ്സിനെ അപേക്ഷിച്ച് ബയേഴ്സിന്റെ എണ്ണം 3, 4, 5 ഇരട്ടിയെങ്കിലും ഉണ്ടായിരിക്കണം. മിനിമം 3 ടൈംസ് എങ്കിലും ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, മാർക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടത് ഇതിന്റെ എബവ് ആയിരിക്കണം. മാർക്കറ്റ് രാവിലെ ഓപ്പൺ ആവുമല്ലോ, ഈ റേഞ്ച് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നുള്ളത് അത് പറയും, അതിലേക്ക് വരാം. അതിനു മുൻപ് നമ്മൾ അതിന്റെ റൂൾസ് അറിയണം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഈ റേഞ്ചിന് എബവ് ആയിരിക്കണം, ഇത് നിർബന്ധമാണ്. അല്ലാതെ ഇവിടെ ഇത്രയും ബയേഴ്സ് ഉണ്ടായിട്ട് മാർക്കറ്റ് ഇവിടെ ഗ്യാപ് ഡൗൺ വന്നാൽ ഇത് പരിഗണിക്കില്ല, ബിലോ ഓപ്പൺ ചെയ്താൽ പരിഗണിക്കില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടത് ഇത്തരം ഒരു ലെവൽ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ അതിനെ എബവ് ആയിരിക്കണം മാർക്കറ്റ് എന്ത് ചെയ്യേണ്ടത്, ഓപ്പൺ ചെയ്യേണ്ടത് എന്നും മനസ്സിലാക്കാം. ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ബിലോ ഈ റേഞ്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആവാനുള്ള പൊട്ടൻഷ്യല് കൂടുതലാണ്. മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആവാനുള്ള പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഇനി നമുക്ക് ശരിക്കുള്ള മാർക്കറ്റിലേക്ക് പോവാം. അപ്പൊ നമ്മൾ കോൺസെപ്റ്റ് പറഞ്ഞു, 3, 4 ഇരട്ടിയെങ്കിലും ഉണ്ടായിരിക്കണം. 3 ഇരട്ടിയോ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ ചില സമയത്ത് 10 ഇരട്ടിക്ക് വരും. ഇപ്പൊ റീസെന്റ് ആയിട്ട് അടുത്ത് 10 ഇരട്ടിക്ക് വന്ന സമയമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എത്ര ഇരട്ടി ഉണ്ടോ അത്രയും നല്ലതാണ്, അത്രയും സ്ട്രോങ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോ ഇനി ഞാൻ പറയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേരെ ഡേറ്റ നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ മാർക്കറ്റിലുള്ള ഡേറ്റ ആണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് സെൻസിബിൾ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. ഫ്രീ ആണ്. നമ്മുടെ സിറോദ, ഏഞ്ചൽ വൺ അതേപോലുള്ള 1-2 ബ്രോക്കേഴ്സ് യൂസ് ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒരു ബ്രോക്കർ അക്കൗണ്ട് തുടങ്ങിയിട്ടല്ലോ നമുക്ക് ഇതിൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാമല്ലോ. ഇതിൽ ചുമ്മാ ഈ ഡേറ്റ ഒന്നും ആരും ചുമ്മാ പെയ്ഡ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഡേറ്റയാണ്. ഓക്കെ, അപ്പോ ഇത് ശ്രദ്ധിച്ച് കണ്ടോളാം. ഇത് ഇപ്പൊ നമുക്കൊരു ഈ ഒരു ദിവസം മാർക്കറ്റ് നോക്കി, ഈ ഒരു ദിവസം ഇത് November 10th ആണ് ഞാൻ ഡേറ്റ കാണിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ഡേറ്റ വെച്ച് നാളെ ചെയ്യാം. നമ്മൾ ലൈവിലെ ഡേറ്റ അല്ല നോക്കുന്നത്, ഇത് ആദ്യം മനസ്സിലാക്കുക. ലൈവ് മാർക്കറ്റിലെ ഡേറ്റ അല്ല. ലൈവ് മാർക്കറ്റിലെ ഡേറ്റ നോക്കിയിട്ട് ഒരു കാര്യമില്ല, അത് ഡിലേഡ് ആണ്. ആ ലൈവ് മാർക്കറ്റിലെ ഡേറ്റയ്ക്ക് 3 മിനിറ്റോളം ഡിലേ ഉണ്ട്. അതേപോലെ അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അത് നോക്കുന്ന ഒരാൾ കൺഫ്യൂസ്ഡ് ആവും. നമ്മൾ ലൈവിലെ ഡേറ്റ അല്ല, തലേ ദിവസത്തെ ഡേറ്റ ആണ് നോക്കുന്നത്. തലേ ദിവസത്തെ ഡേറ്റയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോ
ഇനി എങ്ങനെയാണ് ഇത് പലർക്കും ഈ ഡേറ്റയൊക്കെ ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിലും പലർക്കും ഇത് ഉപയോഗിക്കാൻ അറിയില്ല. ഈ ഡേറ്റ ഉപയോഗിക്കാൻ പലർക്കും അറിയില്ല. എല്ലാവരും തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് എല്ലാവരും ഭൂരിഭാഗം പേരും തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പറയാൻ പോകുന്നത്. ഇനി ഈ ഒരു 10th 10ാം തീയതി നവംബർ 10 ഡേറ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഡേറ്റ ഒന്ന് നോക്കിയേ. ഈ ഡേറ്റയില് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ലെവൽസ് കാണാം. ഇതില് നമുക്കിപ്പോ ബയേഴ്സിനെ മാത്രം എടുക്കാം. സെൽ സൈഡും പറയാം. സെൽ സൈഡ് നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ഇപ്പൊ ഒരു വീഡിയോയിൽ ഒരൊറ്റ കാര്യം പഠിക്കാം, അടുത്ത വീഡിയോയിൽ അടുത്ത കാര്യം പഠിക്കാം. ഒരു 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 ചെറിയ കാര്യം നമുക്ക് ഒരു വീഡിയോ പഠിക്കാം. ഈ പറയുന്ന ഈ കാണുന്ന ഇത്രയും ഇവിടെ ബയേഴ്സ് കൂടി നിൽക്കുന്ന എവിടെയാണെന്ന് നോക്കി. മാർക്കറ്റ് ഇവിടെയാണ്. ഈ ഒരു ഈ കാണുന്ന ഒരു ബ്ലാക്ക് ലൈൻ കണ്ടോ? മാർക്കറ്റ് ഇവിടെയാണ് അവസാനിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ബൈ റേഞ്ച് ഏതാണ് തൊട്ടടുത്ത് നിൽക്കുന്നതില്? ഇതിൽ ഏറ്റവും ഈ കാണുന്നതില്, മറ്റെല്ലാം വിട്ടേക്കാം, ഈ കാണുന്നതിൽ ഏറ്റവും നല്ല ബൈ റേഞ്ച് ഏതാണെന്നാ തോന്നുന്നത്? ഈ കാണുന്നതില് ഇതാണോ? ഇതാണോ? അല്ല. ഇതാണോ? അല്ല. ഇതാണോ? ഇത് നോക്കി. ഇവിടെ ബയേഴ്സ് എന്ന് പറയുന്നത് സെല്ലേഴ്സിനെ അപേക്ഷിച്ച് ഏകദേശം 3 ഇരട്ടിയെങ്കിലും ഉണ്ട്. നോക്കി ഇവിടുത്തെ ഡേറ്റ് നോക്കി. എത്രയുള്ളത്? കോളോയെ എത്രയാണ്? 42 ലക്ഷം. അതായത് ഒന്നും നോക്കണ്ട, ഈ റെഡ് ഈ കോളും പുട്ടൊക്കെ വിട്ടേക്ക, അതിലൊന്നും യാതൊരു കാര്യമില്ല. കോളും പുട്ടൊക്കെ വിട്ടേക്ക, അതൊന്നും നോക്കേണ്ട ഒരു കാര്യമില്ല. ഈ കളർ മാത്രം ഇപ്പൊ ജസ്റ്റ് നോക്കാം. ഓക്കെ, കോളും പുട്ടിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പോ ഈ കളർ മാത്രം നോക്കാം. 25,500 എന്ന് പറയുന്ന ലെവലില് ബയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ കൂടുതൽ? ബയേഴ്സ് ആണ് കൂടുതൽ അല്ലെ? ബയേഴ്സ് ആണ് കൂടുതൽ. 25,500 എന്ന് പറയുന്ന ലെവലില് എത്ര ബയേഴ്സ് ഉണ്ട്? 1,37,00,000. ഈ ഒരു ഡേറ്റ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. മിനിമം 1 കോടിയിൽ എബവ് എങ്കിലും ഇവിടെ ഡേറ്റ ഉണ്ടായിരിക്കണം. അല്ലാതെ 20 ലക്ഷം 30 ലക്ഷം ഡേറ്റ ഉണ്ടായിട്ട് കാര്യമില്ല. 1 കോടിക്ക് എബവ് എങ്കിലും ഡേറ്റ ഉണ്ടായിരിക്കണം. ഇതേണ്ട ഇപ്പൊ ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 79 ലക്ഷം 9 ലക്ഷം അത് വേണ്ട. ആ ഡേറ്റ അല്ല നമുക്ക് വേണ്ടത്. 1 കോടിക്ക് എബവ് എങ്കിലും ഒരു ബൈ സൈഡില് ഡേറ്റ ഉണ്ടായിരിക്കണം. ഇത് നിർബന്ധമാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ റൂൾസിനൂടെ ഇതും കൂടെ മനസ്സിൽ വെച്ചേക്കാം. അപ്പൊ 1 കോടിക്ക് എബവ് ഉണ്ട്. എത്രത്തോളം ഉണ്ടോ അത്രയും നല്ലത്. അപ്പൊ 1 കോടി എബവ് ഉണ്ട്. ഇനി ഇവിടെ എത്ര ഡോമിനേഷൻ വരുന്നത്? ഡോമിനേഷൻ ഡിഫറൻസ് എത്രയാണ്? 40 ലക്ഷം 42 ലക്ഷം സെല്ലേഴ്സും 1,37,00,000 ബയേഴ്സുമാണ് വരുന്നത്. ലെവൽ ഏതാണ്? 25,500 എന്ന് പറയുന്ന ലെവലാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്നത്തെ ഡേറ്റ് ആയിരുന്നു? ഡേറ്റ് വിട്ടുപോയി. 10ാം തീയതി. ഓക്കെ, 10ാം തീയതിയാണ് ആ ഡേറ്റ. അപ്പൊ നമുക്ക് നേരെ 11ാം തീയതി എടുക്കാം. ഇത് 10 ആണ്. 11ാം തീയതി എടുക്കാം. 11ാം തീയതി എടുത്തിട്ട് 25,500 എന്ന് പറയുന്ന ലെവല് നമ്മൾ മാർക്ക് ചെയ്യുക. 25,500 എന്ന് പറയുന്ന റേഞ്ച്, 25,500 എന്ന് പറയുന്ന റേഞ്ച് ഇതാണ്. നോക്കി, 25,500 എന്ന് പറയുന്ന റേഞ്ച് ഇതാണ് നമ്മൾ ഈ കാണുന്നത് കണ്ടോ? 25,500. അത് കഴിഞ്ഞാൽ ഏറ്റവും ബൈയിങ് വരുന്നത് ഈ റേഞ്ച്. ഏറ്റവും നല്ല ബൈയിങ് വരുന്നത് 2 എണ്ണം എടുക്കുക. ഓക്കെ, ഒരെണ്ണം എടുത്താലും പ്രശ്നമില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഒരെണ്ണം എടുക്കാം. 25,500 എടുക്കാം. മാർക്കറ്റ് എന്താ സംഭവിച്ചത് നോക്കി. മാർക്കറ്റ് ഞാൻ എപ്പോഴും ഇത് റേഞ്ച് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. റേഞ്ച് ആയിട്ട് മാർക്ക് ചെയ്യുന്ന എങ്ങനെയൊക്കെയാണെന്നുള്ളത് വരുന്ന വീഡിയോസ് ഞാൻ പഠിപ്പിക്കാതെ. ഓക്കെ, പറഞ്ഞു തരാം. താല്പര്യമുള്ളവർ കണ്ടുപഠിക്കുക, ആവശ്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോ മാർക്കറ്റ് നമ്മൾ ഈ ഒരു ഡേറ്റ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊരു റേഞ്ച് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോ ഇത്തരം റേഞ്ചസിൽ മാർക്കറ്റ് എത്തുമ്പോൾ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നുണ്ടോ? മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയി താഴേക്ക് വന്നു, ഈ ഒരു ലെവലിലേക്ക് വന്നു. അവിടെ നിന്ന് മാർക്കറ്റ് പുഷ് ചെയ്ത് ബയേഴ്സ് എന്ത് ചെയ്തു? അപ്സൈഡ് കൊണ്ടുപോയി. എന്തുകൊണ്ടാണ് അവിടെ പുഷ് വന്നത്? ഈ ഒരു റേഞ്ചില് ബയേഴ്സ് സ്ട്രോങ് ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഓർക്ക് 4 ഇരട്ടി 5 ഇരട്ടിയും 10 ഇരട്ടിയൊക്കെ വരും. അതാണ് ഏറ്റവും നല്ലത്. എത്രത്തോളം ഡബിൾ ഉണ്ടോ അത്രയും നല്ലതാണ്. എത്രത്തോളം ഇരട്ടി ഉണ്ടോ, 3 ഇരട്ടി 4 ഇരട്ടി 5 ഇരട്ടി 10 ഇരട്ടിയൊക്കെ വരും. അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ജസ്റ്റ് 100 ബയേഴ്സും 200 സെല്ലേഴ്സും അല്ല. 100 സെല്ലേഴ്സ് ഉള്ളിടത്ത് നമുക്കൊരു 300-500 ബയേഴ്സ് എങ്കിലും വേണം. അത് ആദ്യം മനസ്സിലാക്കാം. ഇത് മസ്റ്റ് ആണ്. അപ്പൊ അത്തരം ഏരിയസിൽ എത്തുമ്പോ കണ്ടോ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആവുന്നുണ്ടോ? ഇത് ക്യാൻഡിൽ നോക്കിയാൽ പഠിക്കാൻ പറ്റുമോ? ക്യാൻഡിൽ നോക്കിയാൽ ചാർട്ട് പാറ്റേൺ നോക്കിയാൽ മനസ്സിലാവും? ഇല്ല. ഈ ഡേറ്റ ക്യാൻഡിൽ ചാർട്ട് പാറ്റേൺസിലും ഇല്ല. അതുകൊണ്ടാണ്. അപ്പോ ഇത് ഒന്നാമത്തെ കാര്യം. ഇനി അടുത്തത്, ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ഉണ്ടാവില്ല. അതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട. പലരും ചെയ്യുന്നത് എല്ലാ ദിവസവും പോയി ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കും. ഇന്നത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് എങ്ങനെ, എന്നിട്ട് ഇന്ന് ബൈയിങ് ആണ് അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഡിസിഷൻ എടുക്കാം. എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല.
കാരണം എല്ലാ ദിവസവും ഇതേപോലത്തെ ലെവൽസ് മാർക്കറ്റ് കാണില്ല. എല്ലാ ദിവസവും ഇതേപോലത്തെ ലെവൽസ് മാർക്കറ്റിൽ ഉണ്ടാകില്ല. ചില ദിവസങ്ങളിൽ തന്നെ ഇപ്പൊ ഞാൻ 1-2 എക്സാമ്പിൾ ചുമ്മാ ഇങ്ങനെ കാണിച്ചു തരാം. നോക്കി, ചില ദിവസങ്ങളിൽ മാത്രമേ ഈ 1 കോടിയൊക്കെ ഡേറ്റേ ഉള്ളൂ. കണ്ടോ, 17 ലക്ഷം, 58 ലക്ഷം, 31 ലക്ഷം, 68 ലക്ഷം. കണ്ടോ, 1 കോടിയൊന്നും എല്ലാ ദിവസവും വരില്ല. ഈ 1 കോടി വരികയും 1 കോടിക്ക് എബവ് വരികയും വേണം, അതേപോലെ 3-4 ഇരട്ടി ഉണ്ടാവുകയും വേണം. ബയേഴ്സ് സെല്ലേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് അത്രയും ടൈംസ് ഉണ്ടായിരിക്കണം. അത് എല്ലാ ദിവസവും ആ കണ്ടീഷൻ വരില്ല. ഇത് ഈ ദിവസമൊന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യില്ല, ആ ദിവസം ഞാനത് ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഈ ദിവസം നോക്ക്, നെക്സ്റ്റ് ഡേ നോക്കുക. ഇവിടെ ബയേഴ്സ് നോക്കി, നമ്മൾ ബൈയുടെ കേസിലെ പറഞ്ഞു, ബയേഴ്സിന് നോക്കി, ഇവിടെ 83 ലക്ഷം ബയേഴ്സേ ഉള്ളൂ, 1 കോടി എവിടെ വന്നിട്ടില്ല. കണ്ടോ, ഇവിടെ 1 കോടിയുടെ സിറ്റുവേഷൻ എങ്ങുമില്ല. അപ്പൊ ഈ ദിവസം നമ്മൾ ഉപയോഗിക്കില്ല. ഇത് 14-ാം തീയതി ഡേറ്റ് ആണ്, ഇത് 15-ാം തീയതി ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ അതില്ല, ഇവിടെ ഡേറ്റ് ഇല്ല. നമ്മൾ നോക്കുന്ന ഡേറ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ദിവസം നോക്കുക. ദാ ഇവിടെ ഉണ്ട്. ഈ ഒരു ദിവസം നോക്കി, ഇവിടെ ഈ ഒരു ദിവസം ആ ഡേറ്റ് ഉണ്ട്. എന്താണ്, ഈ 17-ാം തീയതി നോക്കിയ സമയത്ത് ഇവിടെ ആ ഡേറ്റ് അവൈലബിൾ. ഒന്ന് നോക്കി, ഇവിടെ 33 ലക്ഷം സെല്ലേഴ്സും 1,40,00,000 ബയേഴ്സും ഉണ്ട്. ഏകദേശം 5 ഇരട്ടിയുണ്ട്. 5 ഇരട്ടിയാണുള്ളത്. 5 നേരത്തെക്കാട്ടി സ്ട്രോങ് ആണ്. നേരത്തെ ഉള്ളതിനേക്കാൾ സ്ട്രോങ് ആണ് എന്ന് മനസ്സിലാക്കാം. അതായത് ഈ സപ്പോർട്ടിന്റെ സ്ട്രെങ്ത് സ്ട്രോങ് ആണ്. ഈ ഒരു സപ്പോർട്ടിന്റെ സ്ട്രെങ്ത് സ്ട്രോങ് ആണ്. ഇവിടത്തെ ഇത് ലെവൽ എത്ര, ഈ ഡേറ്റ് ലെവൽ ഒന്ന് നോക്കിയേ. 17 ആണ് ഡേറ്റ് വരുന്നത്. ലെവൽ എത്രയാണ്, 25,900 ആണ്. 25,900 ആണ് ലെവൽ വരുന്നത്. 17 ഈ ഡേറ്റ നമ്മൾ ഉപയോഗിക്കേണ്ട എപ്പോഴാണ്, 18-ാം തീയതി. 17-ന് നമുക്ക് ഡേറ്റ് കിട്ടും. നമ്മൾ ഉപയോഗിക്കാൻ പോണത് 18-ാം തീയതി മോർണിംഗ് തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അല്ലാതെ ഉച്ചയ്ക്ക് ശേഷമല്ല, മോർണിംഗ് തന്നെ. ഉച്ചയ്ക്ക് ആകുമ്പോൾ ഡേറ്റ മാറും. മോർണിംഗ് ആണ് നമ്മൾ ഇത് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോ ഇനി നമുക്ക് 17-ാം തീയതി അല്ലേ ആ ഡേറ്റ നമ്മൾ എടുത്തത്, 17-ാം തീയതി അല്ലേ എടുത്തത്. 18-ാം തീയതി നമുക്ക് നോക്കാം. 17-ന്റെ ഡേറ്റ് നമ്മൾ 18-നെ യൂസ് ചെയ്യുന്നത്. 18 ഇതായിരിക്കുന്നു. ഇതാണ് നമ്മുടെ ചാർട്ട്. ഇനി നമുക്ക് ആ ലെവൽ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഏറ്റവും കൂടുതൽ ബയേഴ്സ് വരുന്ന ഏത് ലെവലിലാണ്, 25,900 എന്ന് പറയുന്ന ലെവലാണ്. 33 ലക്ഷമേ സെല്ലേഴ്സ് ഉള്ളൂ. 1,40,00,000 ബയേഴ്സ് ആണ് കാണുന്നത്. നമുക്ക് ആ ഡേറ്റ് ഒന്ന് നോക്കാം. 1,40,00,000, 25,900 അല്ലായിരുന്നോ? 25,900 ആ ഒരു ലെവല് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25,900 എന്ന് പറയുന്ന റേഞ്ച് ഏകദേശം ഇതാണ്. 25,900 എന്ന് പറയുന്ന റേഞ്ച് ആണ്. നോക്കി, ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് 25,900 എന്ന് പറയുന്ന കറക്റ്റ് ലെവലാണ് മാർക്ക് ചെയ്തേക്കുന്നത്. 18 ഡേറ്റ്. 17-ാം തീയതി നമുക്ക് ഡേറ്റ കിട്ടിയതാണ്. മാർക്കറ്റിൽ എന്താ സംഭവിച്ചെന്ന് നോക്കി, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് കറക്റ്റ് ആ ലെവലിൽ ഒന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു. മാർക്കറ്റ് എക്സാക്ട്ലി ആ ലെവലിൽ ഒന്ന് സപ്പോർട്ട് എടുത്തു. ഒറ്റ ടൈമാണ് ഉപയോഗിക്കുന്നത്. മോർണിംഗ് തന്നെ വന്നാൽ അത്രയും നല്ലത്. ഉച്ചയ്ക്ക് ശേഷമല്ല, മോർണിംഗ് തന്നെ വന്നാൽ അത്രയും നല്ലത്. ഈ ഡേറ്റ ഞാനിപ്പോ ഇത് ഒരുപാട് റൂള് പറഞ്ഞു. 3, 4, 5 ഇരട്ടി, 4, 5 ഇരട്ടിയൊക്കെ ആണെങ്കിൽ അത്രയും നല്ലതാണ്. 1 കോടിക്ക് എബവ് എന്തുണ്ടായിരിക്കണം, വോളിയം അവിടെ ഉണ്ടായിരിക്കണം എന്നാൽ നിർബന്ധമാണ്. 3-4 ടൈംസ് ആയിരിക്കണം. അതേപോലെ മോർണിംഗ് തന്നെ വന്നിരിക്കണം എന്നുള്ളത്. അതായത് ആദ്യത്തെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറിനുള്ളിൽ തന്നെ വന്നാൽ അത്രയും നല്ലതാണ്. അല്ലാതെ ഉച്ചയ്ക്ക് നേരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എത്ര നേരത്തെ വരുന്നു അത്രയും നല്ലതാണ്. അപ്പോ ഇതുപോലുള്ള ലെവൽസ് മാർക്കറ്റിലുണ്ട്. ഇത് നമുക്ക് എപ്പോഴാ മനസ്സിലാവുന്നേ, മാർക്കറ്റ് ഇവിടെ എത്തിയിട്ടാണോ, മാർക്കറ്റ് ഇവിടെ എത്തുമ്പോഴാണോ മനസ്സിലാവുന്നേ? അല്ല, മാർക്കറ്റ് അവിടെ എത്തുന്നതിന് മുൻപേ നമുക്ക് അറിയാലോ അവിടെ അങ്ങനെ ഒരു ലെവല് തലേ ദിവസം ഉണ്ടെന്ന് അറിയാലോ. ഇത്തരം ഡേറ്റാസിനെ കുറിച്ച് പഠിക്കുക, ഇതുപോലുള്ള ഡേറ്റാസിനെ കുറിച്ച് പഠിക്കുക. അല്ലാതെ നമ്മൾ ക്യാൻഡിലിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളോളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കത്തേ ഉള്ളൂ. അങ്ങനെ പൊക്കോണ്ടിരിക്കത്തേ ഉള്ളൂ. അത് മാറ്റി വെക്കുക. മാർക്കറ്റ് മൂവ് ചെയ്യിപ്പിക്കുന്ന ഇത്തരം ബിഗ് പ്ലേയേഴ്സിന്റെ ഡേറ്റയെ കുറിച്ച് പഠിക്കുക. ബിഗ് പ്ലേയേഴ്സിന്റെ ഡേറ്റയെ കുറിച്ച് പഠിക്കാൻ മനസ്സിലാക്കുക. ഞാനിപ്പോ ലാസ്റ്റ് ദിവസം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പില് ഇതേപോലെ ഒരു സംഭവം നടന്നത് എങ്ങനെയാണെന്നത് അവിടെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. അപ്പൊ അവർക്ക് കണ്ടാൽ മനസ്സിലാവും അത് എന്താണ് നടന്നെന്നുള്ളത്. അത്യാവശ്യം മാർക്കറ്റിൽ ഈ ഒരു ഡേറ്റ ഞാൻ ഇതിനെപ്പറ്റി 2ാമത്തെ വീഡിയോ ചെയ്യുന്നത്. ഇത് 1ാമത്തെ അല്ല, 2ാമത്തെ വീഡിയോ. ആദ്യത്തെ വീഡിയോ കാണാത്തവർക്ക് ഇത് കണ്ടു നോക്കാം. ആദ്യത്തെ വീഡിയോ കാണേണ്ടവർക്ക് അത് കണ്ടു നോക്കാം. ഞാൻ എപ്പോഴും അനലൈസ് ചെയ്യുന്നത് ഇതുപോലുള്ള ഡേറ്റാസ് ആണ്, ക്യാൻഡിൽസ്റ്റിക്സോ ചാർട്ട് പാറ്റേൺസോ അല്ല. ഓക്കെ, അപ്പോ ബാക്കി ഇത് അത്യാവശ്യം ഇത് ഇനി ബാക്കി ഇതിന്റെ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാൻ. വാട്സപ്പിൽ ജോയിൻ ചെയ്യുന്നവര് എനിക്ക് റിക്വസ്റ്റ് ചെയ്തിരുന്നാൽ മതി, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തോളാം കേട്ടോ. അപ്പൊ ഇന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, കാരണം ഞാൻ ഫ്രീ ആയിരിക്കില്ല. ഞാൻ മിക്കവാറും വീക്കെൻഡ്സിലൊക്കെ ആയിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അതിന് മുൻപേ അക്സെപ്റ്റ് ചെയ്തേക്കാം. അപ്പൊ റിക്വസ്റ്റ് ഇട്ടിരുന്നാൽ മാത്രം മതി, ഞാൻ ഫ്രീ ആകുമ്പോഴായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത് കേട്ടോ.
അപ്പൊ പഠിക്കേണ്ടവര് എന്ത് പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ശരിയായ വഴിയിലൂടെ പഠിക്കാം. ദയവ് ചെയ്ത് നമ്മൾ പോയിട്ട് ക്യാൻഡിൽ സ്റ്റിക്സിന്റെ പാറ്റേൺസിന്റെ പിറകെ പോയി സമയം കളയാതിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതുപോലുള്ള വീഡിയോസ് ചെയ്യണം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. ഞാൻ ആരെയും നിർബന്ധിക്കില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ലൈക്ക് ചെയ്യുക. ഞാൻ പറയുന്നത് കാരണം എല്ലാവർക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. ക്യാൻഡിൽസ് ഒക്കെ നോക്കി ഒരുപാട് വർഷമായിട്ട് പഠിക്കുന്നവർക്ക് അതായിരിക്കും ഇമ്പോർട്ടൻസ്. അപ്പൊ അവർക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്ന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു 100 പേരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു 10 പേർക്കെങ്കിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അവര് മാത്രം ലൈക്ക് ചെയ്താൽ മതി, അല്ലാത്തവർക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും പറയാനുള്ളൂ. കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇനിയും ഇതേപോലുള്ള ഡേറ്റാസ്, ഇതുപോലുള്ള ഒരുപാട് ഡേറ്റ ഉണ്ട് കേട്ടോ, ഒരുപാട് ഡേറ്റാസ് ഉണ്ട്. അത്തരം ഡേറ്റാസിനെ കുറിച്ച് വീഡിയോ ചെയ്യാം.